വൺ ടി വി വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ആസ്വദിക്കൂ തന്മയി ഭാവത്തിൽ. തന്മയി ജ്വല്ലറി. മാട്രസ് ഹൈ സ്ലീപ്പ് ആണെങ്കിൽ ആരും തനിയെ ഉറങ്ങിപ്പോവും. ഹൈ സ്ലീപ്പ് ഫോർ എ ബെറ്റർ ലൈഫ്. ഹൈ സ്ലീപ്പ് മാട്രസ്. 20 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ എടുക്കും. സീറ്റ് ലിമിറ്റ് ആവുന്നതിന് മുമ്പ് ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യൂ. ആര്യ കോളേജ്, ന്യൂ ബസ് സ്റ്റാൻഡ്, നിലമ്പൂർ, മലപ്പുറം. അതിരില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം. ഗൃഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രൗഢവിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ 16ാം വാർഷികത്തിലേക്ക് ഷെറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ്, ഷെറഫിയ ബിൽഡിംഗ്, നിലമ്പൂർ റോഡ്, വണ്ടൂർ. വിശ്വസിക്കാം, ചെടികൾക്ക് 100% ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ആയാൻ നഴ്സറി, പൂക്കോട്ടുംപാടം, കരുളായി റോഡ്, ഉപ്പുവള്ളി. ഫോൺ 9446337875. പ്രിയ പ്രേക്ഷകരെ, വൺ ടി വി വാർത്തകളിലേക്ക് സ്വാഗതം. കാർമേഘം ഇരുണ്ടുകൂടുകയാണ്, മഴക്കാലം സമാഗതമാകുകയാണ്. മഴക്കാല മുന്നൊരുക്ക പ്രവർത്തനങ്ങളുമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുന്നോട്ട് നീങ്ങുകയാണ്. രോഗപ്രതിരോധ പ്രവർത്തനങ്ങളൊക്കെ ഇതിൻ്റെ മുന്നോടിയായി നടത്തുന്നുണ്ട്. പരിസര ശുചീകരണം അടക്കമുള്ള പ്രവർത്തനങ്ങളാണ് എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും ഇപ്പോൾ ഏറ്റെടുത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. പുതിയ സർക്കാർ അധികാരത്തിൽ വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം സത്യപ്രതിജ്ഞ ചെയ്ത സർക്കാർ ഇനി വരും ദിവസങ്ങളിലൊക്കെ കൂടുതൽ സജീവമായി മലയോര മേഖലയുടെ അടക്കമുള്ള വിഷയങ്ങളിലൊക്കെ ഇടപെടുമെന്ന് തന്നെ നമുക്ക് കൂടുതൽ പ്രതീക്ഷിക്കാം. മലയോര മേഖലയ്ക്ക് കൂടുതൽ നേട്ടമായിക്കൊണ്ട് 2 മന്ത്രിമാർ, എ പി അനിൽകുമാറും ഏറനാട് MLA കൂടിയായ PK ബഷീറും, 2 പേരും മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ്. ഇതെല്ലാം നമ്മുടെ നാടിനും എല്ലാം വികസന പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ഊർജ്ജം പകരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. വണ്ടൂർ വാണിയമ്പലത്തെ പൊതുസ്ഥലങ്ങളിൽ വ്യാപകമായി മാലിന്യം തള്ളുന്നതായി പരാതി. വാണിയമ്പലം അങ്ങാടിയിലെ റെയിൽവേയുടെ അധീനതയിലുള്ള സ്ഥലത്താണ് വൻതോതിൽ മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടുന്നത്. പ്രദേശത്ത് ദുർഗന്ധവും രൂക്ഷമായതോടുകൂടി പകർച്ചവ്യാധി ഭീതിയിൽ നാട്ടുകാർ. ബാലസംഘം വണ്ടൂർ ഏരിയ ലീഡേഴ്സ് ക്യാമ്പും ഹാപ്പിനെസ് ഫെസ്റ്റും സംഘടിപ്പിച്ചു. എറിയാട് AUP സ്കൂളിൽ നടന്ന ക്യാമ്പ് ബാലസംഘം മലപ്പുറം ജില്ലാ കോർഡിനേറ്റർ മുസമ്മിൽ കുന്നുമ്മൽ ഉദ്ഘാടനം ചെയ്തു. കുട്ടികളുടെ സർവോന്മുഖമായ വളർച്ചയും സാമൂഹിക ഇടപെടലുകളും ലക്ഷ്യമിട്ട് പോരൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ 3 ദിവസത്തെ ഫെസ്റ്റിവ സമ്മർ ക്യാമ്പിന് തുടക്കമായി. പഞ്ചായത്ത് പ്രസിഡന്റ് KK പുഷ്പവല്ലി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. വിശദമായ വാർത്തകളിലേക്കാണ് വരുന്നത്. വണ്ടൂർ വാണിയമ്പലത്തെ പൊതുസ്ഥലങ്ങളിൽ വ്യാപകമായി മാലിന്യങ്ങൾ തള്ളുന്നതായി പരാതി. റെയിൽവേയുടെ അധീനതയിലുള്ള പ്രദേശത്താണ് മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടുന്നത്. വൻതോതിലാണ് ഇവിടെ പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത്. ഈ മാലിന്യ നിക്ഷേപം കാരണം പ്രദേശത്ത് പകർച്ചവ്യാധി ഭീഷണിയും നിലനിൽക്കുന്നതായി പറയുന്നു. സമീപത്ത് ഓട്ടോ സ്റ്റാൻഡ് അടക്കമുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ മാലിന്യ നിക്ഷേപം നടത്തുന്നവർക്കെതിരെ കർശനമായ നടപടികൾ സ്വീകരിക്കണമെന്നും ഇവിടെ നിക്ഷേപിക്കപ്പെട്ട മാലിന്യങ്ങൾ നീക്കം ചെയ്യണമെന്നുമാണ് നാട്ടുകാരുടെയും ഓട്ടോ തൊഴിലാളികളുടെയും ആവശ്യം. വാണിയമ്പലം അങ്ങാടിയിൽ കാൽനട യാത്രക്കാർക്കും വ്യാപാരികൾക്കും ഇപ്പോൾ മൂക്കുപൊത്താതെ നടക്കുവാൻ കഴിയാത്ത അവസ്ഥയാണ്. അങ്ങാടിയോട് ചേർന്നുള്ള റെയിൽവേ ഉടമസ്ഥതയിലുള്ള സ്ഥലമാണ് പ്രധാന മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറിയിരിക്കുന്നത്. പ്ലാസ്റ്റിക് അവശിഷ്ടങ്ങളും ഹോട്ടൽ മാലിന്യം അടക്കമുള്ളവയും ഇവിടെ തള്ളുന്നതായാണ് ആക്ഷേപം. വാണിയമ്പലം ടൗണിൻ്റെ ഓരത്ത് ഓട്ടോ സ്റ്റാൻഡിന് പിൻവശത്ത് റെയിൽവേ സ്ഥലത്ത് മാലിന്യം കൊടുത്ത് തള്ളുകയാണ്. അധികൃതർ എല്ലാ നിലക്കും മാലിന്യം നീക്കം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളും കാര്യങ്ങളുമായിട്ട് ഈ മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത്
ഇവിടുത്തെ പ്രദേശത്തെ ആളുകളാണെന്ന് ഞങ്ങൾ പറയുന്നില്ല. പക്ഷെ പുറത്തുനിന്ന് എവിടെ വന്നാണ്ട് നിരന്തരം പിന്നെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും അതുപോലെ പിന്നെ കടകളിൽ നിന്നുള്ള സാധനങ്ങളൊക്കെയാണ് ഇവിടെ കൊടുന്ന് തള്ളുന്നത്. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഓട്ടോറിക്ഷ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഇവിടെ ഇരിക്കാനോ പിന്നെ നിൽക്കാനോ കഴിയാത്തൊരു രീതിയാണ് ഇതിനുള്ളത്. വാസനിച്ചിട്ട് ഇവിടെ പ്രദേശത്തുള്ള ആളുകൾക്കൊക്കെ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതിന് തക്കതായ ഒരു നടപടി അധികൃത ഭാഗത്തു നിന്ന് ഉണ്ടാകണം. തീർച്ചയായിട്ടും പഞ്ചായത്തൊക്കെ ഇതിൽ ഇടപെട്ടുകൊണ്ട് CCTV ഉൾപ്പെടെയുള്ള സാധനങ്ങൾ വെച്ചുകൊണ്ട് ഇത്തരം നടപടികളെ കർശനമായിട്ട് പിന്നെ നടപടി എടുക്കണം. ഇത് മാതൃകാപരമായിട്ട് തന്നെ ഇവരെ ശിക്ഷിക്കണം എന്നുള്ളതാണ് ഞങ്ങൾ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് പറയാനുള്ളത്. അങ്ങാടിയോട് ചേർന്നുള്ള ഓട്ടോ സ്റ്റാൻഡ് പരിസരം മുഴുവനായും മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞ നിലയിലാണ്. ദിനം പ്രതി 100 കണക്കിന് ആളുകൾ വന്നുപോകുന്ന ടൗണിൻ്റെ ഹൃദയഭാഗത്താണ് ഈ ദുരവസ്ഥ. പൊതുജനങ്ങളുടെ ആരോഗ്യം മുൻനിർത്തി ബന്ധപ്പെട്ട അധികൃതർ അടിയന്തരമായി ഇടപെട്ട് മാലിന്യ നീക്കം ചെയ്യണമെന്നും മാലിന്യം തള്ളുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. ബാലസംഘം വണ്ടൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലീഡേഴ്സ് ക്യാമ്പും ഹാപ്പിനെസ് ഫെസ്റ്റും സംഘടിപ്പിച്ചു. ഇറിയാട് AUP സ്കൂളിലാണ് ഈ ഒരു ക്യാമ്പ് സംഘടിപ്പിച്ചത്. ബാലസംഘത്തിന്റെ മലപ്പുറം ജില്ലാ കോർഡിനേറ്റർ മുസമ്മൽ കുന്നുമൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. അതുകൊണ്ടാണ് നമ്മുടെ മുദ്രാവാക്യം പഠിച്ചു ഞങ്ങൾ നല്ലവരാകും, ജയിച്ചു ഞങ്ങൾ മുന്നേറും, പടുത്തുയർത്തും ഭാരതമണ്ണിൽ സമത്വ സുന്ദര നവലോകം. സംഘടന കുട്ടികളുടെയാണെങ്കിലും മുദ്രാവാക്യം ഭയങ്കര വലുതാണ് അല്ലേ? പക്ഷെ മുദ്രാവാക്യത്തിന്റെ ആശയം വളരെ സിമ്പിളാണ്. എന്താണ്? നമ്മളെല്ലാവരും പഠിക്കണം, പഠിച്ച് നന്നാവണം, ജയിച്ചു മുന്നേറണം. അവസാനത്തെ സാധനം എന്താ? പടുത്തുയർത്തും ഭാരതമണ്ണിൽ സമത്വ സുന്ദര നവലോകം. എന്താണ് സാധനം? നിങ്ങളിങ്ങനെ കാണാപാഠം പഠിച്ചിട്ട് സമത്വ സുന്ദര നവലോകം എന്ന് പറഞ്ഞ പോലെ എന്താണ് സാധനം? എല്ലാ മനുഷ്യന്മാരും ഒന്നാണെന്ന് പറയുന്ന, എല്ലാവരും ഒരുപോലെ പരിഗണിക്കപ്പെടുന്ന ഒരു നല്ല കാലം അല്ലേ? ഇവിടെ ഇപ്പൊ എന്തെങ്കിലും വേർതിരിവുണ്ടോ നമ്മുടെ ക്യാമ്പിൽ? കേരളത്തിൽ ഒരുപാട് കുട്ടികളുടെ സംഘടന ഉണ്ട് അല്ലേ? കേട്ടിട്ടുണ്ടോ നിങ്ങള്? കേരളത്തിൽ ഒരുപാട് കുട്ടികളുടെ സംഘടന ഉണ്ട്. എന്തുകൊണ്ട് നിങ്ങൾ ബാലസംഘത്തിന്റെ ഭാഗമായി? 2 ദിവസങ്ങളിലായാണ് ക്യാമ്പ് നടക്കുന്നത്. കുട്ടികൾക്ക് ഇണങ്ങുന്ന ലോകം, ഒരു ആഗോള വൈബ്, ഹാപ്പിനെസ് ഫെസ്റ്റ് എന്നീ വ്യത്യസ്തങ്ങളായ സെക്ഷനുകളാണ് ക്യാമ്പിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പാട്ടും പറച്ചിലും, വൈവിധ്യമാർന്ന കളികൾ, വീഡിയോ പ്രദർശനം, കുട്ടികളുടെ കലാപരിപാടികൾ എന്നിവ ക്യാമ്പിന്റെ ഭാഗമായി നടന്നു. ചടങ്ങിൽ ബാലസംഘം ഏരിയ പ്രസിഡന്റ് P. അനന്യ അധ്യക്ഷത വഹിച്ചു. CPI ഏരിയ സെക്രട്ടറി MT അഹമ്മദ്, മുൻ MLA N. കണ്ണൻ, സ്വാഗത സംഘം ചെയർമാൻ M. മോഹൻദാസ്, ഏരിയ കൺവീനർ M. ഉണ്ണികൃഷ്ണൻ, V. അർജുനൻ, K. ശിവദാസൻ, VP വിപിൻ, KR അനന്തു, V. ആദിത്യ, T. ഭുവന, K. അവന്തിക എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ക്യാമ്പിന്റെ 2ാം ദിവസമായ ഇന്ന് ബാലസംഘം സംസ്ഥാന ജോയിന്റ് കൺവീനർ വിജയകുമാറും പ്രശസ്ത നാടൻപാട്ട് കലാകാരൻ സുരേഷ് തിരുവാലിയും കുട്ടികളുമായി സംവദിക്കുവാനായി ക്യാമ്പിലെത്തും. വിവിധ പരിപാടികളോടെ ലീഡേഴ്സ് ക്യാമ്പ് ഇന്ന് സമാപിക്കും. കുട്ടികളുടെ സർവോന്മുഖമായ സാമൂഹിക വളർച്ചയും സാമൂഹിക ഇടപെടലുകളും ലക്ഷ്യമിട്ടുകൊണ്ട് പോരൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS മോഡലിന്റെ നേതൃത്വത്തിൽ ബാലസഭാ കുട്ടികൾക്കായി സംഘടിപ്പിക്കുന്ന 3 ദിവസത്തെ ഫെസ്റ്റിവ സമ്മർ ക്യാമ്പിന് തുടക്കമായി. പഞ്ചായത്ത് ഹാളിൽ ആരംഭിച്ച സമ്മർ ക്യാമ്പിന്റെ ഉദ്ഘാടനം പ്രസിഡന്റ് പുഷ്പവല്ലി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഇത്തരത്തിലുള്ള കൂട്ടായ്മയിലൂടെ നമ്മുടെ സാമൂഹിക ബന്ധം നിലനിർത്താനും അതുപോലെ തന്നെ സർഗാത്മകമായ കഴിവുകൾ പരിപോഷിപ്പിക്കാനും നമുക്ക് സാധിക്കും. അത്തരം കാര്യങ്ങൾ, നല്ല നല്ല കാര്യങ്ങൾ നടത്തുന്നതിനാണ് വാർഡ് തലത്തിൽ ആദ്യം ബാലസഭ രൂപീകരിച്ചു. ഇല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ പിന്നീടാണ് 3 ദിവസത്തെ ക്യാമ്പ് നടത്താൻ നിർദ്ദേശം ലഭിച്ചിരിക്കുന്നത്. നമ്മൾ കുട്ടികൾക്കും CDSന്റെ വനിതാ ഗ്രൂപ്പ് പോലെ തന്നെ കുട്ടികളുടെയും ഗ്രൂപ്പ് പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. അവരുടെ കയ്യിൽ നിന്നും നമുക്ക് അവരുടെ ഓരോ ഭാഗത്ത് നടക്കുന്ന പ്രവർത്തനങ്ങളും അവിടുത്തെ പ്രശ്നങ്ങളും അവരെ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ കൂട്ടായി ചർച്ച ചെയ്യുന്നതിനും നിങ്ങളെ ഒരു കൂട്ടുത്തരവാദിത്വത്തിലൂടെ നമ്മുടെ സമൂഹത്തെ രക്ഷിക്കാൻ നിങ്ങൾ കൂടി കഴിയും എന്ന് എല്ലാവരും തെരഞ്ഞെടുത്തുകൊണ്ടാണ് നിങ്ങളെ ഈ ഒരു അവസരത്തിലൂടെ വിളിച്ചിരിക്കുന്നത്. കുട്ടികളിൽ നേതൃത്വ ഗുണം, ഉത്തരവാദിത്ത ബോധം, സംഘടനാ ശേഷി എന്നിവ വളർത്തിയെടുക്കുന്നതിനോടൊപ്പം ഇത്തവണത്തെ പ്രധാന ലക്ഷ്യമായ കാർബൺ ന്യൂട്രൽ കേരളം എന്ന ആശയം വാർഡ് തലങ്ങളിൽ വ്യാപിപ്പിക്കുവാനും ലക്ഷ്യമിട്ടാണ് ബാലസഭയുടെ ഈ പ്രവർത്തനങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്.
പ്രകൃതി സംരക്ഷണം, പ്രാദേശിക വൃക്ഷങ്ങളുടെ മാപ്പിംഗ്, കാർബൺ ഫുട്പ്രിന്റ് കുറയ്ക്കുന്നതിൽ വൃക്ഷങ്ങളുടെ പങ്ക് തുടങ്ങിയ പരിസ്ഥിതി കേന്ദ്രീകൃതമായ പ്രായോഗിക പ്രവർത്തനങ്ങൾ ഈ വർഷത്തെ ക്യാമ്പിൽ കുട്ടികൾക്കായി ഒരുക്കിയിട്ടുണ്ട്. പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ CDS ചെയർപേഴ്സൺ PK ഭാഗ്യലക്ഷ്മി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇബ്രാഹിം കുന്നുമ്മൽ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K കാമിലാമോൾ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ P ജുൽഫീന, CDS വൈസ് പ്രസിഡന്റ് P സുലൈഖ, CDS അംഗം ബജിത, ബാലസംഘം റിസോഴ്സ് പേഴ്സൺമാരായ M കല്യാണി, സബന, മുബഷിറ, CDS ഉപസമിതി കൺവീനർ നുസ്രത്ത് തുടങ്ങിയവർ സംസാരിച്ചു. 3 ദിവസങ്ങളിലായി വിവിധങ്ങളായ സാംസ്കാരിക പരിസ്ഥിതി പഠന പരിപാടികളോടെയാണ് കുട്ടികൾക്കായുള്ള സമ്മർ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത്. നിലമ്പൂർ നഗരസഭയിലെ അംഗൻവാടികളുടെ ഗുണനിലവാരവും ശുചിത്വവും ഉറപ്പുവരുത്തുന്നതിനായി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുസ്തഫ കളത്തുംപടിക്കലിന്റെ നേതൃത്വത്തിൽ 5 ദിവസം നീണ്ട സമഗ്ര പരിശോധന സമാപിച്ചു. പാടിക്കുന്ന അംഗൻവാടിയിലാണ് ഇതിന്റെ സമാപനം നടന്നത്. അംഗൻവാടികളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിനായി ഭൗതിക സാഹചര്യങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും പ്രവർത്തന മികവും ശുചിത്വ നിലവാരവും പോഷകാഹാരം, ആരോഗ്യ സേവനങ്ങൾ എന്നിവയുടെ ഗുണനിലവാരം, കുട്ടികളുടെ പങ്കാളിത്തവും ഹാജറും രേഖകളുടെ കൃത്യമായ പരിപാലനം എന്നിവയൊക്കെ പരിശോധിച്ചുകൊണ്ടാണ് ഈ ഒരു ഗുണനിലവാര പരിശോധന നടത്തിയത്. ഈ ഗുണനിലവാര പരിശോധനയിൽ ഏതെങ്കിലും രീതിയിലുള്ള കുറവുകളുള്ള അംഗൻവാടികളെ തെരഞ്ഞെടുത്തുകൊണ്ട് അവയ്ക്ക് പ്രത്യേകമായ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് ഗുണമേന്മയും സുരക്ഷിതത്വവും വർദ്ധിപ്പിക്കുകയാണ് ഈ ഒരു സമഗ്ര പരിശോധനയുടെ ലക്ഷ്യം. പരിശോധനയുടെ ഭാഗമായി കണ്ടെത്തുന്ന പോരായ്മകൾ പരിഹരിച്ച് അംഗൻവാടികളെ അവയുടെ ഗുണനിലവാരമനുസരിച്ച് A, B, C എന്നിങ്ങനെ ഗ്രേഡുകളായി തരംതിരിക്കും. B, C ഗ്രേഡുകളുള്ള അംഗൻവാടികളെ ഘട്ടം ഘട്ടമായി A ഗ്രേഡിലേക്ക് എത്തിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കും. മഴ എത്തും മുൻപേ അടിയന്തരമായി ചെയ്യേണ്ട ശുചീകരണ പ്രവർത്തനങ്ങൾ ഉടൻ പൂർത്തിയാക്കുവാനും ചെളിമണ്ണ് നിറഞ്ഞ് ഉപയോഗ്യമല്ലാതെ കിടക്കുന്ന 15 അംഗൻവാടികളുടെ കിണറുകൾ മണ്ണ് കോരി തേവി വൃത്തിയാക്കുവാനും അംഗൻവാടി പരിസരങ്ങളിലെ കാട് വെട്ടിത്തെളിച്ചും മരച്ചില്ലകൾ വെട്ടിമാറ്റൽ, അടിയന്തര അറ്റകുറ്റപ്പണി തീർക്കൽ എന്നിവ നടത്തുവാനും ഗുണനിലവാര പരിശോധനയുടെ ഭാഗമായി റിപ്പോർട്ട് നൽകും. വാടക കെട്ടിടത്തിലുള്ള അംഗൻവാടികൾക്കും സ്ഥലമുള്ള അംഗൻവാടികൾക്കും കെട്ടിടം പണിയുന്നതിനും കുട്ടികൾക്ക് കളിപ്പാട്ടങ്ങൾ, മറ്റു അംഗൻവാടികളുടെ അടുക്കളയിലേക്കും ആവശ്യമായ സാധനങ്ങൾ എന്നിവയുടെ ഗുണനിലവാര പരിശോധനയുടെ ഭാഗമായി വിവരങ്ങൾ ശേഖരിച്ചു. ഗുണനിലവാര യാത്രയുടെ സമാപന പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുസ്തഫ കളത്തുംപടിക്കൽ അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ സുരേഷ് പാത്തിപ്പാറ, സ്മിത മോൾ, ICD സൂപ്പർവൈസർമാരായ സലീന ജോസഫ്, നിമ്മി K എബ്രഹാം, കൗൺസിലർമാരായ M ഷിഹാബ് ഇണ്ണി, PK ഉമ്മർ നാണി, ഷഫീഖ് മണലൊടി, റസിയ അള്ളമ്പാടം, റീന വിജയലക്ഷ്മി, ജംഷീല മോയിക്കൽ, അംഗൻവാടി വർക്കർ മുനീറ K, ഹെൽപ്പർ പ്രസന്ന തുടങ്ങിയവർ പങ്കെടുത്തു. നോക്കാം പ്രേക്ഷകരെ, പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വണ്ടൂർ വാണിയമ്പലത്തെ പൊതുസ്ഥലങ്ങളിൽ വ്യാപകമായി മാലിന്യം തള്ളുന്നതായി പരാതി. വാണിയമ്പലം അങ്ങാടിയിലെ റെയിൽവേയുടെ അധീനതയിലുള്ള സ്ഥലത്താണ് വൻതോതിൽ മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടുന്നത്. പ്രദേശത്ത് ദുർഗന്ധവും രൂക്ഷമായതോടുകൂടി പകർച്ചവ്യാധി ഭീതിയിൽ നാട്ടുകാർ. ബാലസംഘം വണ്ടൂർ ഏരിയ ലീഡേഴ്സ് ക്യാമ്പും ഹാപ്പിനെസ് ഫെസ്റ്റും സംഘടിപ്പിച്ചു. എറിയാട് AUP സ്കൂളിൽ നടന്ന ക്യാമ്പ് ബാലസംഘം മലപ്പുറം ജില്ലാ കോർഡിനേറ്റർ മുസമ്മിൽ കുന്നുമ്മൽ ഉദ്ഘാടനം ചെയ്തു. കുട്ടികളുടെ സർവോന്മുഖമായ വളർച്ചയും സാമൂഹിക ഇടപെടലുകളും ലക്ഷ്യമിട്ട് പോരൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ 3 ദിവസത്തെ ഫെസ്റ്റിവ സമ്മർ ക്യാമ്പിന് തുടക്കമായി. പഞ്ചായത്ത് പ്രസിഡന്റ് KK പുഷ്പവല്ലി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. പ്രിയ പ്രേക്ഷകരെ, ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം. 1TV വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് ആസ്വദിക്കൂ തന്മയി ഭാവത്തിൽ. തന്മയി ജ്വല്ലറി. മാട്രസ് ഹൈ സ്ലീപ്പ് ആണെങ്കിൽ ആരും തനിയെ ഉറങ്ങിപ്പോവും.
High Sleep for a better life. High Sleep Mattress. 20 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ എടുക്കും. സീറ്റ് ലിമിറ്റ് ആവുന്നതിന് മുമ്പ് ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യൂ. ആര്യ കോളേജ്, ന്യൂ ബസ് സ്റ്റാൻഡ്, നിലമ്പൂർ, മലപ്പുറം. അതിരില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം. ഗൃഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ 16ാം വാർഷികത്തിലേക്ക് ഷെർഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ്, ഷെർഫിയ ബിൽഡിംഗ്, നിലമ്പൂർ റോഡ്, വണ്ടൂർ. വിശ്വസിക്കാം, ചെടികൾക്ക് 100% ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ആയാൻ നഴ്സറി, പൂക്കോട്ടുംപാടം, കരുളായി റോഡ്, ഉപ്പുവള്ളി. ഫോൺ 9446337875.